അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, രണ്ടാളെ ഞാൻ കൊണ്ടുപോകാം. ഇത് പറയുമ്പോ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് 10 ദിവസത്തെ ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ വീടായിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെതും സ്വഹാബത്തിന്റെതും. കഴിക്കാൻ എന്തുണ്ടാകുമെന്ന് പോലും അവർക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, ഞാൻ കഴിക്കുന്നത് തന്നെ കൊടുത്താൽ സാരമില്ല, മുത്തുനബിക്ക് സന്തോഷമാവട്ടെ. അവിടെ നിന്ന് പറഞ്ഞ കാര്യത്തെ ഞാൻ ഏറ്റെടുത്തവനാകട്ടെ. ഹൃദയത്തിലല്ലേ കൊണ്ടു നടക്കുന്നത്. വെറുതെ ഉദരപൂരണത്തിന് വേണ്ടി മുത്തുനബിയുടെ പേര് പറഞ്ഞ് പണമുണ്ടാക്കുന്നവരല്ല. ഹൃദയത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് നബിയെ, ഞാൻ കൊണ്ടുപോകാം രണ്ടാളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഓരോ സഹാബത്തിന്റെ കൂടെ മുസാഫിരീങ്ങളായ പാവങ്ങളെ പറഞ്ഞു വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന രണ്ടാളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് പറഞ്ഞു, മോനെ, അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം. 2 ആളുകളെ കൊണ്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീട്ടിലേക്ക് ചെന്നു. ചെറിയ വീടാണ്. ആ 2 ആളെ അകത്തു പിടിച്ചിരുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അകത്ത് നിന്ന് ഉമ്മാന്റെ അടുത്ത് പോയി. ഉമ്മ പറഞ്ഞു, മോനെ, നമ്മൾക്ക് 3 പേർക്കും ഇന്ന് കഴിക്കാൻ 2 ആളുടെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, അദ്ദേഹത്തിന്റെ ഭാര്യക്ക്, അദ്ദേഹത്തിന്റെ മകന് ഈ 3 ആളിന് കഴിക്കാൻ 2 പേർക്ക് മതിയാകാത്ത വിധം കഴിക്കാൻ പറ്റുന്ന 2 പത്തിരിയേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറഞ്ഞു, സാരമില്ല ഉമ്മ, നമുക്ക് കഴിക്കണ്ട, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതല്ലേ, അതുകൊണ്ട് ഉള്ളത് അവർക്ക് കൊടുക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആ ഭക്ഷണം കൊണ്ടുവന്ന് അതിഥികളുടെ മുമ്പിൽ വെക്കുമ്പോ അതിഥികൾ ചോദിക്കുകയാണ്, അയിന സ്വാഹിബുദ്ദാർ, വീടിന്റെ ഉടമസ്ഥനെവിടെ? ഞങ്ങൾ ഇങ്ങനെ കഴിക്കൂല. ഞങ്ങൾ ഈ വീട്ടിലേക്ക് തിരഞ്ഞെടുത്തത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീടല്ലേ, അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് കഴിക്കാമല്ലോ എന്ന കൊതി കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് അയിന സ്വാഹിബുദ്ദാർ, വീടിന്റെ ഉടമസ്ഥനെവിടെ? മകൻ പറഞ്ഞു, വാപ്പ ഇപ്പഴൊന്നും വരില്ല, നിങ്ങൾ കഴിക്ക്. ഇല്ല, ഞങ്ങൾ വാപ്പ വരാതെ കഴിക്കൂല. മകൻ പറഞ്ഞു, മദീനത്തെ പള്ളിയുടെ അവസാനത്തെ ആളാണ് എന്റെ വാപ്പ. എല്ലാരും പോയി കഴിഞ്ഞ് മുന്നേ പുന്നാര ഹബീബിന്റെ ചാരത്തൊരാള് കാണും. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പള്ളിക്കകത്തുള്ള മുഴുവൻ ആളുകളും പോയി, പുന്നാര ഹബീബിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും പോയി. അവസാനം മുത്തുനബിയുടെ കൂടെ നടന്ന് അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിക്കടുത്തുള്ള പുന്നാര ഹബീബിന്റെ വീട്ടിലേക്ക് കയറി. എന്നാൽ അബൂബക്കറെ, ഇൻഷാ അല്ലാഹ് നീ പൊക്കോ എന്ന് പറയുന്നത് വരെ ആരംഭ റസൂൽ അകത്ത് കയറി വാതിൽ ചാരുന്നതുവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങും പോകാതെ കൂടെ നിൽക്കും. എന്നിട്ട് ആ വീടിന്റെ ഈന്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ചുവരിന് പോലും മുത്തം കൊടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നതെന്ന് പൊന്നുമോൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു സ്നേഹമാണ് പടച്ചവനെ. അതുകൊണ്ടാണ് ഇന്ന് ചെരിമ്പയിലുള്ളവര് മദീനത്ത് പോയാൽ ആരംഭ റസൂലിന് സലാം പറഞ്ഞാൽ പിന്നെ തൊട്ട് സലാം പറയുന്നത് അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്. സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹമുണ്ടെങ്കിൽ മദീന വലിച്ചു പറിച്ചെടുക്കും നിങ്ങളെ. അങ്ങനെയാണ് മദീന. സ്നേഹം ഉണ്ടെങ്കിൽ വലിച്ചു പറിച്ചെടുക്കും. നിങ്ങളിങ്ങനെ വെറുതെ എന്നെ മദീനത്തെ മരിപ്പിക്കണേ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മദീന ഇങ്ങനെ ഒഴുക്കിയെടുക്കും. നിങ്ങൾ വെറുതെ വെച്ചിരിക്കൂല. നിങ്ങളെ മുഴുവനും ആവാഹിച്ചെടുക്കും. അതാണ് മദീന. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു നോക്ക്. എത്ര ആളുകൾ ഈ റമദാനിൽ മദീനത്ത് മരണപ്പെട്ടു എന്നറിയോ? എത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ? എത്ര സുന്ദരന്മാരുണ്ടെന്നറിയോ? ഈ റമദാനില് അവസാനത്തെ 15 ദിവസം മദീനത്ത് തന്നെ ചെലവഴിച്ച നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനുണ്ട് കണ്ണൂർ ജില്ലയിലെ. അവസാന 15 ദിവസത്തെ തറാവിയും 15 ദിവസത്തെ ഇബാദത്ത് ഫുള്ള് മദീനത്ത് മുത്തറസൂലിന്റെ ചാരത്ത്. റമദാനിലെ ഓരോ രാത്രിയിൽ ഇങ്ങനെ വിളിക്കുമ്പോ കരച്ചിലാണ്. ഹൃദയം മദീനയ്ക്ക് കൊടുത്താൽ, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ സലാത്തൊക്കെ ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? രക്ഷപ്പെടാനുള്ള വലിയ മാർഗവും എളുപ്പ വഴിയുമാണത്.
അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിസ്സാരമായിട്ട് കാണരുത്. നമുക്കൊന്നുമില്ല അള്ളാഹുവിൻ്റെ ലോകത്തെടുത്ത് കാണിക്കാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. നമ്മൾ പറയും റമദാനിൽ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതൊക്കെ അള്ളാഹിൻ്റെ അടുത്ത് എങ്ങനെയാണ് എത്തിയതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുല്യമായ വേറെ സ്നേഹമില്ല ആർക്കും. അങ്ങനെയാണ് ആ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് വരുന്നതുവരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല എന്ന് വാശി പിടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ അതിഥികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവര് പറഞ്ഞു താങ്കളോടൊത്ത് കഴിക്കാനാണ്. പക്ഷേ മകൻ പറഞ്ഞു വാപ്പാ രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വലിയ പാത്രത്തിലാ ഭക്ഷണം എടുത്തു വെച്ചു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, റബ്ബേ നാണം കെടുത്തരുത്, ഞങ്ങള് കഴിച്ചില്ലെങ്കിൽ അവര് കഴിക്കൂല, ഞങ്ങള് കഴിച്ചില്ലെങ്കിൽ അവര് കഴിക്കൂല പടച്ചോനെ. അങ്ങനെ കഴിക്കാതെ വന്നാല് അതിഥികളെ പള്ളിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് അപമാനിക്കപ്പെട്ടവനായി പോവും. അതുകൊണ്ട് റബ്ബേ ഈ പാവപ്പെട്ട അബൂബക്കറിനെ സഹായിക്കണമെന്ന് പറഞ്ഞു. സുബഹിന്റെ സമയത്ത് അവര് ഭക്ഷണം എല്ലാവരും കഴിച്ച് സുബഹിന്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തു നബിയോട് പറഞ്ഞു, നബിയേ എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട് റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിരുത്തി പുന്നാര ഹബീബ് ചോദിച്ചു, എന്തേ അബൂബക്കറെ നിനക്ക് പറയാനുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഇന്നലെ രാത്രി ഒരു അത്ഭുതം നടന്നു നബിയേ. ആകെ രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ല. ഞാൻ കഴിച്ചു, എന്റെ ഭാര്യ കഴിച്ചു, എന്റെ മകൻ കഴിച്ചു, അതിഥികൾ കഴിച്ചു, വീണ്ടും ബാക്കിയാണ് റസൂലേ. എവിടെ നിന്നാണ് ആ പാത്രത്തിൽ ഭക്ഷണം വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റസൂലേ, അറിയില്ല ഹബീബേ. ആ ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വന്നു നബിയേ. ഞാൻ രാത്രി തുടങ്ങിയ കരച്ചിലാണ്, ഇതുവരെ എന്റെ കണ്ണീര് പറ്റിയിട്ടില്ല നബിയേ. പുന്നാര ഹബീബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അതിൽ നിന്ന് കുറച്ചു ഭക്ഷണം എനിക്ക് കൊണ്ടുവരുമോ അബൂബക്കറേ? അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. അതിൽ നിന്ന് കുറച്ചു ഭക്ഷണം എനിക്ക് കൊണ്ടുവരുമോ അബൂബക്കറേ? അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്, അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അത് പഴങ്കഞ്ഞിയാണല്ലോ, അത് തലേ രാത്രിയിലെ ഭക്ഷണമാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊണ്ടുവാ. മാ അഖദ മിൻഹാ ലുഖ്മതൻ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ. ഒരു പിടി ഭക്ഷണം അതിന്ന് എടുക്കുമ്പോൾ അടിയിൽ നിന്ന് വേറെ വന്നുകൊണ്ടിരുന്ന ആ ഭക്ഷണം പെട്ടെന്ന് കൊണ്ടുവരൂ അബൂബക്കറേ, അതിൽ നിന്നൊരംശം ഞാനും കൂടി കഴിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ബറക്കത്തുള്ള ഭക്ഷണമാക്കണം ഉമ്മ, നമ്മുടെ ഭക്ഷണം ബറക്കത്തുള്ളതാക്കണം. പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ തുക നിയ്യത്ത് ചെയ്തു വെക്കണം. അയൽവാസികളായ അനാഥ മക്കൾക്ക്, വിധവകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എപ്പോഴും നമ്മൾ തീരുമാനിക്കണം. ചെരുമ്പയിലെ ചെറുപ്പക്കാരോട് പറയാണ്, മക്കളെ നിങ്ങൾ തളരല്ലേ. ഒരു അനാഥ കുട്ടിയെ നിങ്ങൾക്ക് വളർത്താൻ കിട്ടിയാൽ, ഒരു അനാഥ കുട്ടിയെ പ്രായപൂർത്തിയാകുന്നത് വരെ ഭക്ഷണം കൊടുക്കാൻ കിട്ടിയാൽ, ഒരു വിധവയ്ക്ക് സഹായം ചെയ്യാൻ അവസരം കിട്ടിയാൽ, മഹല്ലിൽ കഷ്ടപ്പെടുന്ന പാവങ്ങളെ സഹായിക്കാൻ ഒരു ചാൻസ് കിട്ടിയാലും നഷ്ടപ്പെടുത്തല്ലേ. അവരെ പൊന്നുപോലെ നോക്കിയാൽ അല്ലാഹുവിന്റെ ലോകത്ത് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. നിഷ്കളങ്കമായി ചെയ്താൽ. ഇന്ന് പലരും പല സ്ഥലത്തും അതൊക്കെ ഒരു കച്ചവടവൽക്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ നിഷ്കളങ്കമായിട്ട് അത് ചെയ്താൽ കിട്ടുന്ന കൂലി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. യതീമീങ്ങളെ കുറിച്ച് എഴുതിയ ഒരു കവി മുമ്പ് എഴുതിയിട്ടുണ്ട്, എന്നെ വാരി പുണരേണ്ടയാരും കഞ്ഞി തന്നാലതു തന്നെ പുണ്യം. എന്നെ വാരിപ്പുണരേണ്ടയാരും കഞ്ഞി തന്നാലതു തന്നെ പുണ്യം. ആളുന്ന പൈതാം തീർത്ത റസൂലിന്റെ ആരംഭവും മത്തിമാരാരുമില്ലേ. ഹബീബിനെ കുറിച്ച് ഒരു അനാഥ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു പാടുന്ന പോലെ എഴുതി വെച്ചതാണ്. സത്യത്തിൽ ശരിയല്ലേ? എപ്പോഴാണ് മക്കൾ അനാഥരാകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരമാവധി സഹായിക്കണം പാവങ്ങളെയും അനാഥകളെയും. നമ്മുടെ മക്കൾക്ക് നാളെ എന്താ അവസ്ഥ വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ?
എൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഭാര്യയെ ഞാൻ സമാധാനിപ്പിച്ചത് എന്തു പറഞ്ഞിട്ടാണ്? മകൻ്റെ സ്ഥാനത്ത് ഞാനാണ് മരിച്ചതെങ്കിലോ നീ എത്ര കരയേണ്ടി വരും, ഈ മക്കളെ തീമീങ്ങളാവും, നീ വിധവയാകും. അങ്ങനെയാണ് നമ്മൾ ഒരു മനസ്സിനൊരു ഒരു ശക്തി കൊടുത്തത്. ഇപ്പോൾ ഈ താനൂര് ബോട്ടപകടം നിങ്ങൾ കണ്ടില്ലേ? അല്ലാ, പിഞ്ചു മക്കള്. 2 ദിവസം അതിൻ്റെ ചർച്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു, ആ ചർച്ച കഴിഞ്ഞു, ബോട്ടിൻ്റെ ചർച്ച കഴിഞ്ഞു, ലൈസൻസിൻ്റെ ചർച്ച കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഡോക്ടറെ കുത്തിക്കൊന്നതായി. അതിൻ്റെ ചർച്ച മിക്കവാറും ഇന്നത്തോടുകൂടി കഴിയും. കാരണം ഇന്നിപ്പോൾ ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാണ് 2 ദിവസം. ഒന്നിനും പരിഹാരമില്ലാതെ ഓരോന്നോരോന്ന് ചർച്ച ചെയ്തങ്ങോട്ട് തീരുകയാണ്. നമ്മുടെ മക്കൾ എപ്പോഴും അനാഥരാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ പറക്കമുറ്റുന്നതിന് മുമ്പ് നീ യതീമാക്കി കളയല്ല. നമ്മുടെ ഭക്ഷണത്തിന് ബറക്കത്തുണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ രോഗത്തെ വരെ മാറ്റുമെന്നാണ്. ആ ഭക്ഷണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകളെ വരെ മാറ്റുമെന്നാണ്. ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് രാത്രിയായാൽ കണ്ണിന് കാഴ്ച കുറവാണ്. ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് വലിയ ആഗ്രഹമാണ്, ഒരു ദിവസം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്, ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ വലിയ വീട്, ചെറിയ വീട് അങ്ങനൊന്നുമില്ല. സ്നേഹസാഗരത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെയാണ് ഞാൻ കൊണ്ടുവന്നത്. അന്ന് നല്ല വെയിലുള്ള സമയം, രാവിലെ 10 മണിക്ക് ശിലാസ്ഥാപനം. അപ്പോൾ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചു. ഒരുപാട് ഉസ്താദന്മാർ, ആരിക്കുട്ടി ഉസ്താദൊക്കെ എൻ്റെ വീട്ടിലൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. സമസ്തയുടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന പല ഉസ്താദന്മാരെയും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി ഉറക്കി. അവിടുത്തെ പരിപാടിക്കൊക്കെ അൽഹംദുലില്ലാ അവരെ കൊണ്ട് നടന്നിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു മരിക്കോളം നിഷ്കളങ്കമായിട്ട് അങ്ങനെ സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. 40 വർഷം കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവർകൾ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അള്ളാഹു എന്നെ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. അപ്പോൾ അങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഹൈദരലി തങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു. ഈ പാർട്ടിക്കാരൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെ കയറി കുറേ താമസിച്ചു പോയി. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, എന്തായാലും ഇന്നിനി കൊണ്ടുവരുന്നില്ല, ഞങ്ങൾ നടത്തുന്ന പരിപാടി ജനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവിടെ ഇരുത്തി അങ്ങനെ കൊണ്ടുപോകണം, മോശമല്ലേ, സാരമില്ല, തങ്ങൾ ദുആ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നില്ല. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഉസ്താദുമാരൊന്ന് വീട്ടിൽ വരിക, തങ്ങന്മാർ വീട്ടിൽ വരിക, ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് അവർ ദുആ ചെയ്യുക. ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, വലിയ ആഗ്രഹമാണ്, മുത്തുനബി ഒരു ദിവസം എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുവരണം. ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പതിയെ അടുത്തിടപഴകുന്ന സ്വഹാബത്തിനോടൊക്കെ പറയുമായിരുന്നു, എൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുമോ, എൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുമോ. അങ്ങനെ ഒരു ദിവസം കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്ക് ഉണ്ടോ പുറകിൽ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത സാഹചര്യം ഉണ്ടോ? നിൽക്കുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്ന് കുറച്ച് മുമ്പോട്ട് നിൽക്കാം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ, കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. അവരെ ഹാപ്പിയാണ് അവിടെ നിൽക്കുന്നത്. അവരിനി കസേര ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ച് കസേര ഇവിടെ ഒഴിവുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ വന്നിരുന്നാൽ അൽഹംദുലില്ലാ കുറച്ച് നേരം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. നിർത്താറായി, എന്നാലും കുറച്ച് നേരം കൊണ്ട് പറഞ്ഞു വന്നിരിക്കാം. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഞാനങ്ങനെ ഒരിക്കലും കയറിയിരിക്കാറുണ്ട്. എൻ്റെ ഭാഗത്തേക്ക് നിങ്ങളെ കയറിയിരിക്കാൻ പറയണത് മോശമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നിരിക്കുള്ളൂ. 5-6 കസേര ഒഴിവുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകൾ ആ വാഹനത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇൽമിൻ്റെ മജ്ലിസിൻ്റെ വലിയ കൂലി നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതി ഉസ്താദ് ഓർമ്മിപ്പിച്ചതാണ്. ഉസ്താദ് പഠിപ്പുള്ള ആളാണല്ലോ, അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ അത് വന്നിരുന്ന കിട്ടുന്ന കൂലി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് വളരെ വലുതാണ്. കാരണം പ്രത്യേകിച്ച് ഇവിടെ സാമ്പത്തികമായ ഒരു ലക്ഷ്യവും ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് വളരെ നിഷ്കളങ്കരായി വന്ന കസേരയിൽ നിങ്ങൾ കേട്ടിട്ട് സന്തോഷമായിട്ട് സ്വലാത്തിൽ ദുആ ചെയ്തപ്പോൾ അതിനും വന്നിരിക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ, കാരണം ഇത് പറയുമ്പോൾ ലൈവ് കാണുന്നവർ വിചാരിക്കും ചിലപ്പോൾ ആളുണ്ടാവില്ല എന്ന്. ആൾ നിറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ ദൂരെ നിൽക്കുന്നത് കൊണ്ട് ഇടയിൽ 5-6 കസേരയിലേക്ക് വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വന്നിരിക്കാം, ഇല്ലെങ്കിൽ ഒഴിവായ കസേരയിലേക്ക് നമ്മളൊന്ന് കയറിയിരിക്കണം. വേണ്ടെന്ന് അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആഗ്രഹമാണ്, കൊണ്ടുവരുമോ. ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ആർക്കാണ് കൊതിയില്ലാത്തത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്.
ഭാര്യ അടുക്കളയിലിരുന്ന് കരച്ചിലോടെ കരച്ചിലാണ്. ആരാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്? ആരാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്? പടച്ചോനെ, ആരാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്? ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിന്റെ അകത്ത് വന്നു. മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് പ്രിയപ്പെട്ടവര് ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് ഭാര്യ ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇച്ചിരി ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ്, നിങ്ങൾ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന ഹലാലായ പൈസ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ഒരു നുള്ളു ആഹാരമെങ്കിലും അള്ളാന്റെ റസൂലിനോടൊന്ന് കഴിച്ചിട്ട് പോകാൻ പറയുമോ? മുത്തുനബി കഴിച്ചാൽ അതിനപ്പുറം ഒരു സന്തോഷം എനിക്കില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ചെറിയ ഒരു തളികയിൽ ആ ഭക്ഷണം വെച്ച് മുത്തുനബി ഭക്ഷണം കഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു നുള്ളു എടുത്ത് ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. എന്നിട്ട് അള്ളാന്റെ റസൂല് സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനുശേഷം രാത്രി പകലിനേക്കാൾ എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായി എന്ന് മഹാനായ ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിനുശേഷം രാത്രി പകലുപോലെ കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്ന് ഉത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. ഇത് ബറക്കത്തുള്ളതാണ്, ഇത് റഹ്മത്തുള്ളതാണ്. ഹലാലായ വരുമാനം കൊണ്ട് ബറക്കത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കി അതിന്റെ ബറക്കത്ത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്താൽ അതിലൂടെ ധാരാളം അൽഹംദുലില്ലാഹ് ബറക്കത്തുണ്ടാവും. പുന്നാര ഹബീബ് എപ്പോഴും സ്വഹാബത്തിനോട് നിർബന്ധമായി പറഞ്ഞതാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആഇന് അല്ലാഹുവിന്റെ അടുത്ത് വലിയ ഖബൂലിയത്താണ്. ഭക്ഷണം കഴിച്ചിട്ടൊരു ദുആ, ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷമൊക്കെ ഉള്ള ദുആഇന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ക്രിസ്ത്യാനികളൊക്കെ കഴിഞ്ഞിട്ടില്ലേ? ക്രിസ്ത്യാനികളൊക്കെ അവർ ഭക്ഷണം എടുത്ത് വെച്ചാൽ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ആ ആഹാരം കൊണ്ടുവന്നതിനൊക്കെ നന്ദി രേഖപ്പെടുത്തി കഴിക്കാം. നമ്മളങ്ങോട്ട് മട്ടന്റെ മുമ്പ് അങ്ങോട്ട് ഇരുന്ന സുബ്ഹാനല്ലാഹ് എപ്പോൾ സംഭവം ഫിനിഷായി നോക്കിയാൽ മതി. ബിസ്മില്ലാഹൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ബിസ്മില്ല പറയാൻ മറന്നുപോയാൽ ഭക്ഷണത്തിനിടയിൽ പിന്നെന്താ പറയേണ്ടതെന്ന് അറിയോ? ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ മറന്നുപോയി, പിന്നെന്താ പറയേണ്ടത്? മാഷാ അല്ലാഹ്, മിടുക്കന്മാരെ, അല്ലാഹ് റബ്ബേ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവൻ പറയണേ, എനിക്ക് അറിയാന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ഉസ്താദ് ചോദിച്ചു പിടി. ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു. ഇവിടെ അൽബിറൊക്കെ ഉണ്ടോ സാർ? അൽബിർ കാസർഗോഡ് ജില്ലയിൽ ഇല്ലേ? അൽബിറൊക്കെ തുടങ്ങാൻ ബഷീർ സാഹേബ്. നിങ്ങളെ മക്കൾ വലുതായെന്ന് പറഞ്ഞാൽ കുഞ്ഞുമക്കൾ പഠിക്കട്ടെ, നല്ലതാ, വലിയ അത്ഭുതമാണ്. ഒരുപാട് കുഞ്ഞുമക്കൾക്ക് ശരിക്കും ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ 3.5 വയസ്സാകുമ്പോൾ തന്നെ ഈ ദുആയും ദിക്റും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നല്ല രസമാണ്. അപ്പൊ ഇതാണ് പറയാ, ഇത് ഭക്ഷണത്തിന് മുമ്പ് നമ്മളിപ്പോൾ ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അൽഹംദുലില്ലാഹ് പടച്ചോനെ, പടച്ചോനെ ഞാൻ ഇന്നലെ പായിപ്പാട് നിന്നാണ് ഭക്ഷണം കഴിച്ചത് റബ്ബേ. ഇന്നിപ്പോൾ അഷ്റഫ് സാഹിബിൻ്റെ വീട്ടിൽ വന്നു ചായ, ചെറിയ സമൂസയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവന്നു. ചായ തിരുവനന്തപുരത്തെ ചായ വേണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് ശരിയായില്ല. എന്നാലും തിരുവനന്തപുരത്തെ ചായക്കൊരു പ്രത്യേകത. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ചായ കുടിച്ചവരല്ലേ? തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടില്ലേ? അടുത്ത ചായക്ക് പ്രത്യേകതയുണ്ട് ഇല്ല? ചായക്ക് പ്രത്യേകത ഇല്ലേ? എന്താ അവിടുത്തെ ചായക്ക് പ്രത്യേകതയുണ്ട്, നല്ല അടിച്ച് പതപ്പിച്ച് നല്ല അടിപൊളി ചായ. അപ്പോൾ അത് നല്ല പാലൊക്കെ കൂടുതൽ ഒഴിച്ച് അഷ്റഫ് സാഹിബിൻ്റെ ഭാര്യ നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അതിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ അല്ലാഹുവേ പടച്ചോനെ റബ്ബേ, ഇന്നലെ ഞാൻ ഈ സമയത്ത് എവിടെയാണ്, ഇന്ന് ഇവിടെയാണ് റബ്ബേ, അല്ലാഹ് ബറക്കത്ത് ചെയ്യണേ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലി ഒരു നുള്ളു കഴിക്കുമ്പോണ്ടല്ലോ ആ ആഹാരം ശരീരത്തിന് തരുന്ന എനർജി വളരെ വലുതാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, തങ്ങളുടെ വീട്ടിലെ ഭക്ഷണമല്ലേ, രാത്രി അങ്ങനെ ഒരുപാടൊന്നും കഴിക്കലില്ല, പക്ഷെ തങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തിന് 2 രൂപ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിങ്ങനെ കയ്യിലെടുക്കും. നമ്മുടെ നീയത്ത് ഭക്ഷണത്തിലേക്ക് നമ്മൾ നോക്കുക, ബിസ്മി പറയുക, നീയത്ത് ചെയ്യുക. എന്താണ് ആഹാരം കഴിക്കുമ്പോൾ നീയത്ത് ചെയ്യേണ്ടത്? റബ്ബേ എനിക്ക് പ്രസംഗിക്കാനുള്ള എനർജി വേണം. അങ്ങനെയല്ല, എപ്പോൾ ആഹാരം കഴിച്ചാലും റബ്ബേ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ആഹാരം കഴിക്കുന്നത് റബ്ബേ. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണം. എല്ലാ ആഹാരത്തിലും അങ്ങനെ ഒരു നിയ്യത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നാണ്.
ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ വസഖാനീ വജഅൽനീ മിനൽ മുസ്ലിമീൻ. ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും പറയണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ അൽഹംദുലില്ലാ എന്നെങ്കിലും പറയണം. എന്നിട്ട് വേണമെങ്കിൽ ഒരു ദുആ അല്ലാഹുവോട് ചെയ്യണം. റബ്ബേ, എത്ര ആളുകളാണ് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നതല്ലാ, എത്ര ആളുകളാണ് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നത്. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒരിക്കലും നീ ദാരിദ്ര്യം തന്നു പരീക്ഷിക്കല്ല അല്ലാ. 17 കൊട്ടാരത്തിന്റെ ഉടമയായിരുന്ന സിറിയയിലെ ഒരു വലിയ മുതലാളി, 17 കൊട്ടാരമുണ്ടായിരുന്നു ആ മനുഷ്യന്. സിറിയയിൽ അല്ലാഹു ഭൂകമ്പം കൊടുത്തു, ഭൂമി കുലുക്കം കൊടുത്തിട്ട് ആ രാജ്യത്തെ ഒന്നടങ്കം തകർക്കുന്ന സമയത്ത് 15 മിനിറ്റ് കൊണ്ട് കൊട്ടാരങ്ങളെ മുഴുവനും അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി പോയി. എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ അടിയിൽ നിന്ന്, മണ്ണുകൾക്കിടയിൽ നിന്ന്, കല്ലുകൾക്കിടയിൽ നിന്ന് ആ പ്രിയപ്പെട്ട മനുഷ്യൻ ജീവനോടെ പിരിച്ചു വന്നപ്പോ ക്യൂ നിന്നിട്ട് അദ്ദേഹത്തിന് ഒരു റൊട്ടി കിട്ടിയപ്പോൾ അദ്ദേഹം കണ്ടവരോടൊക്കെ പറഞ്ഞത്, 17 കൊട്ടാരമുണ്ടായിരുന്ന എനിക്ക് ഇന്ന് അതിനേക്കാൾ ഇഷ്ടം എന്റെ കയ്യിലിരിക്കുന്ന ഈ റൊട്ടിയോടാണെന്ന് പറയാൻ അല്ലാഹു പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകം എങ്ങനെയാണ്? ഇന്നുള്ള സാമ്പത്തികം നാളെ ഉണ്ടാകണമെന്നില്ല, ഇന്നുള്ള ആരോഗ്യം നാളെ ഉണ്ടാകണമെന്നില്ല, ഇന്നുള്ള സൗഭാഗ്യം നാളെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യണമോ? നന്ദി രേഖപ്പെടുത്തണം. ഭക്ഷണം കഴിച്ചിട്ട് എന്റെ ചെറുപ്പക്കാരാ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലേ, ഭക്ഷണത്തിനോട് ഒരു മര്യാദയുമില്ലാത്ത, ഒരു അദബുമില്ലാത്തവരില്ലേ, ആ നിങ്ങളോട് പറയുകയാണ്, നാളെ ഒരു സമയത്ത് ഒരു നുള്ളു ആഹാരത്തിന് വേണ്ടി പൊട്ടിക്കരയേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലാഹു നിങ്ങളെ എത്തിച്ചുകൂടാ എന്നില്ല. അതിന് ദാരിദ്ര്യം തന്നെ തരണമെന്നൊന്നുമില്ല, അതിന് ദാരിദ്ര്യം തന്നെ തരണമെന്നില്ല. സുഖമില്ലാതെ ഭക്ഷണം കഴിച്ചുകൂടാന്ന് ഡോക്ടർ പറഞ്ഞാലോ? ഇപ്പൊ മാണിയൂർ ഉസ്താദിനോട് ഭക്ഷണം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് കഴിക്കാത്ത. നമ്മളെ ഉസ്താദിന്റെ കുടുംബക്കാരനാണ് മൂത്താപ്പ അല്ലേ? മൂത്താപ്പല്ലേ? ഞാൻ മാണിയൂർ ഉസ്താദിനോട് വലിയ ബന്ധമാണ്, എന്നെ വലിയ ഇഷ്ടമാണ്. ഞാനവിടെ ചെല്ലുമ്പോഴൊക്കെ സംസാരിക്കും, കുറേ സമയം സംസാരിക്കും. കണ്ണൂരൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഉസ്താദിൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ ഉസ്താദിനോടൊന്ന് പറയും. അങ്ങനെ ഞാനിങ്ങനെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പം ഞാൻ ചിലപ്പോൾ കരുതിയത്, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ മലമൂത്ര വിസർജനം ഇങ്ങനെ കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ അതിനിങ്ങനെ മക്കൾ പിടിച്ചുകൊണ്ട് പോയി അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പോൾ കഴിക്കാത്തതാവും എന്ന് ഞാൻ കരുതി. പക്ഷേ എന്നോട് പറഞ്ഞൊരു മറുപടി അങ്ങനെ ആയിരുന്നില്ല. അത് പറയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട്. എന്നോട് പറഞ്ഞ മറുപടി അങ്ങനല്ല. ആഹാരം കഴിക്കാത്തതിൻ്റെ ഒരു വലിയ കാരണം പറഞ്ഞു, വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ. കഴിപ്പിക്കാനും എല്ലാവർക്കും കൊടുക്കാനും വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ തീരെ കഴിക്കണില്ല ആഹാരം. അല്ലാഹുവേ, പ്രിയപ്പെട്ടവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് കാലമിനിയും ആരോഗ്യത്തോടെ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ മജ്‌ലിസിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ദുആ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീ മടക്കിക്കൊണ്ടുവരണേ റബ്ബേ. ആർത്തിയും ആഗ്രഹവും കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, നീ ഖബൂലാക്കണേ അല്ലാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഭക്ഷണം കഴിക്കുന്നവരോട്, ആഹാരത്തിന്റെ മുമ്പ് ചെന്നിരിക്കുന്നവരോട് ഒരു വലിയ നിർദ്ദേശം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നാ നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ. ഞങ്ങൾ വിശക്കുന്നതുവരെ ഒരു നുള്ളു ആഹാരം ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. വിശന്നാലേ കഴിക്കൂ, വിശക്കുന്നത് വരെ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആഹാരം മുമ്പിലുണ്ടെങ്കിലും കഴിക്കൂല, വിശന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. വിശപ്പുണ്ടെങ്കിൽ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കഴിക്കുക, അങ്ങനെ ഞങ്ങൾ കഴിച്ച ചരിത്രമില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശപ്പുണ്ടെങ്കിൽ ആഹാരം, സ്റ്റൈലിന് വേണ്ടി, പേരിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി അങ്ങനെ കഴിപ്പൊന്നുമില്ല. വിശക്കുന്നെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ കഴിക്കും. എന്നിട്ട് പറയുന്നു, ലാ നഅകുലു ഹത്താ നശ്ബഅ.
വയറ് നിറയുന്നത് വരെ ഞങ്ങൾ കഴിച്ചിരുന്നില്ല, വിശക്കുന്നത് വരെ ഞങ്ങൾ കഴിച്ചിരുന്നില്ല. വിശന്നാലേ കഴിക്കൂ, വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കുമായിരുന്നു. മുത്തുനബി പറയുന്നു, മാ മലഅ ഇബ്നു ആദമ വിആന ശർറൻ മിൻ ബത്നി, ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന ഏറ്റവും മോശമായ പാത്രം അവന്റെ വയറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. വയറ് നിറച്ച് ഭക്ഷണം നിറച്ചാൽ ഇബാദത്ത് ചെയ്യാൻ തോന്നൂല, ദിക്ർ ചൊല്ലാൻ തോന്നൂല, പിന്നെ തോന്നുന്നത് ഉറങ്ങാനാണ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്? ഭക്ഷണത്തിന് യാതൊരുവിധ ലിമിറ്റുമില്ല, ഒരു നിയന്ത്രണവുമില്ല. തിരുവനന്തപുരത്ത് RCCയിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, ഈ ചെരുമ്പ മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രസംഗ നഗരിയിൽ വന്ന ആരെയും RCCയിലെ ചികിത്സകരാക്കല്ല അല്ലാ, അവിടത്തെ രോഗികളാക്കല്ല അല്ലാ. ഞാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും SKSSF-ന്റെതും സ്നേഹസാഗരത്തിൻ്റെതും ഒക്കെയായി തിരുവനന്തപുരം RCCയിൽ ഞങ്ങൾ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നുണ്ട്. ആ ഖിദ്മത്തുകൾ ചെയ്യുമ്പോ കാണാ മാരക രോഗമാകുന്ന ക്യാൻസർ ബാധിച്ച രോഗികളെ കാണാം, കുഞ്ഞുമക്കളെ കാണാ, ചെറുപ്പക്കാരെ കാണാ, ഉമ്മമാരെ കാണാ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്ക് അത്തരം അസുഖം നീ വരുത്തല്ല അല്ലാ. ശരീരത്തെ കാർന്ന് തിന്ന് രോഗത്തിന്റെ അണുക്കൾ ശരീരത്തെ നശിപ്പിച്ച് അല്ലാഹുവേ ഒരിക്കലും മടങ്ങി വരാനാകാത്ത വിധം വലിയ രോഗത്തിന്റെ കുടിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടല്ല അല്ലാ. അതുകൊണ്ട് ആഹാരമാണ് എല്ലാ രോഗവും വരുത്തി വെക്കുന്നത്. ബിസ്മി പറയാതെ കഴിക്കല്ലേ, അൽഹംദുലില്ലാ പറയാതെ എഴുന്നേക്കല്ലേ, ചവച്ചരക്കാതെ വിഴുങ്ങല്ലേ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കല്ലേ. പുന്നാര റസൂല് പറയുകയാണ്, യജമാനന്റെ മുമ്പിൽ അടിമ ഇരിക്കുന്നത് പോലെയല്ലാതെ നിങ്ങൾ ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കല്ലേ. വലിയ മുതലാളിയുടെ മുമ്പില് അടിമ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള ആഹാരം ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. ഏറ്റവും ബറക്കത്തുള്ള ആഹാരം ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അത് പറഞ്ഞാല് ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യമെങ്കിലും ആ ബറക്കത്തുള്ള ഭക്ഷണം ഒന്ന് കഴിക്കാൻ നിങ്ങൾ മനസ്സ് വെക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇന്നിവിടെ മജ്‌ലിസ് നൂറിന്റെ ഭക്ഷണം അൽഹംദുലില്ലാഹ് കുറച്ച് എനിക്കും കിട്ടി. ഞാനും മഗ്‌രിബിന്റെ സമയപ്പോൾ വന്നു. അപ്പോൾ അഷ്റഫ് സാഹിബിന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുത്തയച്ചു. നിങ്ങൾ കൊടുത്തയച്ചു? ഞങ്ങളാണെങ്കിൽ ആരാണെങ്കിലും കൊടുത്തയച്ചു. അൽഹംദുലില്ലാഹ് കുറച്ച് കഴിച്ചു. അതൊരു സന്തോഷമല്ലേ? മജ്‌ലിസ് നൂർ ചൊല്ലിയിട്ട് അതിൻ്റെ ഒരു പങ്കാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു അതിൻ്റെ എല്ലാ ബറക്കത്തും നമുക്കൊക്കെ നൽകട്ടെ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, എല്ലാവർക്കും ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അള്ളാഹു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അതിനുവേണ്ടി പണം ചെലവഴിച്ചവർക്കും അതിന് ഖിദ്മത്ത് ചെയ്തവർക്കും ബഷീർ സാഹിബിനെയൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സ്നേഹമുണ്ട്. കാരണം അത്രയും ഈ മഹലിന് വേണ്ടി, ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അള്ളാഹു അതിൻ്റെയൊക്കെ ഗുണം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും അദ്ദേഹത്തിനൊക്കെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്യണം. ഒരുപാട് ഖാദിമീങ്ങളുണ്ട് ഇവിടെ, ചെറുപ്പക്കാരൊക്കെ, അവർക്കൊക്കെ അതിൻ്റെ ഗുണവും ഫലവും അള്ളാഹു കൊടുക്കട്ടെ. ഒരു വീട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇജ്തമിഉ അലാ തുആമിക്കും യുബാരിക് ലക്കും ഫീ ഖൈറു തുആമി മാ കസറത അലൈഹിൽ ഐദി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കൈകൾ ഒരു തളികയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണത്തിന് വലിയ ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും മക്കളും ഉമ്മായും വാപ്പ എല്ലാവരും ഒരുമിച്ചൊരു വലിയ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. വല്ലപ്പോഴും, എന്നും കഴിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. മാസത്തിൽ ഒരു ദിവസമെങ്കിലും എങ്ങനെ, 10 ദിവസം കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും എങ്ങനെ ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ചൊരു വലിയ പാത്രത്തിൽ നിന്ന് അങ്ങനെ വല്ലപ്പോഴും കഴിക്കാം. വലിയ ബറക്കത്തുണ്ടാവുന്നു. മാത്രമല്ല അള്ളാഹു ദാരിദ്ര്യം തരൂല. മരണപ്പെട്ടാൽ ഈ മക്കൾ ആരും പിന്നെ നിങ്ങളെ മറക്കൂല. ഭക്ഷണത്തിന്റെ മുമ്പിൽ വരുമ്പോൾ വാപ്പായെ ഓർക്കും, ഉമ്മായെ ഓർക്കും, കുടുംബത്തെ ഓർക്കും, എല്ലാവരും ഓർക്കും. ഓർക്ക് ദുആ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടില് എന്ത് ആഹാരം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും ആ സമയത്ത് മുത്തുനബി പറയും, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ, എന്റെ ഖദീജ ഇല്ലാതെ പോയല്ലോ. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറയാൻ കാരണം?
അള്ളാന്റെ ഹബീബ് അങ്ങനെ പറയാൻ കാരണം എന്താ? മലയുടെ മുകളിലേക്ക് കിലോമീറ്ററുകളോളം ദൂരമുള്ള പർവ്വതത്തിന്റെ മുകളിൽ പ്രായം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം 2 or 3 പ്രാവശ്യം ആ പർവ്വതം കയറിയിട്ട് പുന്നാര റസൂലിന് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. സർവ്വതും അള്ളാന്റെ ദീനിന് കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കാത്ത ഒരു ഭക്ഷണമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എപ്പോഴും അങ്ങനെ ഓർക്കുമായിരുന്നു. ഇന്ന് ആഹാരത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയെ ഓർമ്മ വരുമോ? നിങ്ങളുടെ ഉമ്മയെ ഓർമ്മ വരുമോ? അങ്ങനെ വരണമെന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ എപ്പോഴും ഓർക്കും, ഏത് ആഹാരത്തിന്റെ മുമ്പിൽ ഇരുന്നാലും എൻ്റെ വാപ്പയെ ഞാൻ ഓർക്കും. വല്ലാഹി ഓർക്കും, മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാപ്പ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും, പഴുത്തതൊക്കെ. ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോൾ ഇന്ന് ആ മക്കൾക്ക് കൊടുന്ന് പറഞ്ഞിട്ട് അവർ കളയാൻ പോകുന്ന കുറേ സാധനം ഉണ്ടാവൂലേ, എന്നാൽ മക്കൾക്ക് കൊണ്ട് കൊടുന്ന് പറഞ്ഞിട്ട് വലിയ ചാക്കിൽ കൊട്ടി കൊടുത്തേക്കും. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. വാപ്പ അത് കൊണ്ടുവരുമ്പോൾ ഞങ്ങളിങ്ങനെ ചക്കയൊക്കെ അങ്ങനെ തന്നെ മുറിച്ചു വെച്ചിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ വല്ലപ്പോഴും ഒക്കെ കടയിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കടയിലെ പലഹാരങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് ഒരു ചെറിയ പൊതിയാക്കി ഈ മുണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരലുണ്ട് വീട്ടിൽ. മറക്കാൻ പാടില്ല അതൊന്നും. നമ്മൾ ഇന്ന് രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ വാപ്പയെ ഓർക്കണം. അള്ളാഹു വാപ്പച്ചിക്ക് സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണം, ദുആ ചെയ്യണം. നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെ ആക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിൻ്റെ മഹത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി മക്കളെ മുമ്പിൽ ഇരുത്തിയിട്ട് മക്കളോട് പറയണം, മക്കളെ വാപ്പച്ചിക്ക് ഇതൊന്നും ചെറുതിലേ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക് ആഹാരം കൂടിപ്പോയില്ലേ? ഏത് മക്കളാണ് ആഹാരം കഴിക്കുക? രാവിലെ എഴുന്നേറ്റാൽ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉമ്മയും വാപ്പയും പിന്നാലെ ഓട്ടാണ്. ഇച്ചിരി പാല് കൂടി മോളെ, വേണ്ട മമ്മി, വേണ്ട മമ്മി, ഡോണ്ട് എന്ന് പറയാം. പിടിച്ചിരുത്തി വായിക്കാത്ത കയറ്റി കൊടുത്താലും കഴിക്കൂല. ചെറുതും വലുതും ഒക്കെ കണക്കാണ്. സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വന്നാല് അല്ലേ, എന്താടാ ആഹാരം കഴിക്കൂല, ഒറ്റ സാധനം. സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വന്നാല് ആ സമയത്ത് പോലും ബേഹൊക്കെ തൂക്കി പോകുമ്പോൾ ഉമ്മച്ചി പുറകെ പോകും പാലും കൊണ്ട്. ഇച്ചിരി പാല് കുടിച്ചിട്ട് പോടി, തക്കുടി കുട്ടി, മുക്കുടി കുട്ടി എന്നൊക്കെ പറഞ്ഞ് പൊന്നാരെ ചെല്ലും. അപ്പോഴും പറയും, വേണ്ട ഉമ്മച്ചി, ഫുള്ളായി, ഫുള്ള് എന്ന് പറയാം. പണ്ട് അള്ളാഹുവെ ചക്കക്കും ചക്കക്കുരുവിനും ചോറിനും വേണ്ടി അനുജനും ജ്യേഷ്ഠനും ഒക്കെ എന്തോ ഒരു തല്ലായിരുന്നു എന്നറിയാം. പഴയ കാലത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഉമ്മ പഴങ്കഞ്ഞി വെച്ച് കൊടുക്കുമ്പോൾ അനുജനും ജ്യേഷ്ഠനും തമ്മിൽ ഇങ്ങനെ അടികൂടുമെന്നാണ്. എന്നിട്ട് അനുജൻ ഉമ്മാനോട് പറയും, ഇന്ന് എൻ്റെ ഈ പാത്രത്തിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചോറുണ്ടായില്ല, ചോറ് മുഴുവനും ജ്യേഷ്ഠൻ്റെ പാത്രത്തിലായിരുന്നു എന്ന് പറഞ്ഞ പഴയ കാലം ഈ ചെരുമ്പയിൽ വന്നിരിക്കുന്ന പ്രായം ചെന്നവർക്ക് ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ ഭക്ഷണത്തെ ചവിട്ടി തെറിപ്പിക്കുന്നില്ലേ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ടേബിളിന്റെ മുമ്പേ നിന്ന് കൈ കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുന്നില്ലേ? ഇറച്ചിയെടുത്ത് എറിയുന്നില്ലേ? ആഹാരം എടുത്ത് എറിയുന്നില്ലേ? പാലും മുട്ടയും എടുത്ത് മുറ്റത്തേക്ക് എറിയുന്നില്ലേ? നമ്മുടെ മക്കൾക്ക് ഈ നിഗളിപ്പും എവിടുന്നാണ് കിട്ടിയത്? വാപ്പയും മക്കളും കൊഞ്ചിച്ചും ലാളിച്ചും ഉണ്ടാക്കി കൊടുത്തതാണ്. ആഹാരത്തിന്റെ വില അവർക്കറിയില്ല. ആഹാരത്തിന്റെ വില അവർക്കറിയില്ല. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയാണ്, ഒരിക്കൽ മുത്ത റസൂലിന്റെ നെറ്റിയിലും 2 കവിളിലും എനിക്ക് മുത്തം തന്നു. സ്വഹാബത്ത് ചോദിച്ചു, അത്രയും വലിയ ഭാഗ്യം നിനക്ക് കിട്ടിയത് എങ്ങനെയാണ്? ആ സമയത്ത് അള്ളാന്റെ റസൂലിനെ കുറിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ 2 മക്കളും ഇങ്ങനെ നിലവിളിച്ച് കരയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ കാണുന്നില്ല. ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് കരഞ്ഞു കരഞ്ഞു തളരുന്നു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് കരഞ്ഞു കരഞ്ഞു തളരുന്നു. ഫാത്തിമ 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 എന്ന് ഞാൻ ആ വീടൊട്ടുക്ക് മുഴങ്ങുന്ന ശബ്ദത്തിൽ വിളിച്ചിട്ടും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കുമ്പോ കുറച്ച് ധാന്യമണികൾ കല്ലിൽ വെച്ച് പൊടിച്ച് മാവാക്കുന്നതിനിടയില് ആഹാരം കഴിക്കാതെ ദിവസങ്ങളായി പോയതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ തളർന്നു വീണ് കിടക്കുന്ന രംഗമാണ് കണ്ടത്.
ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. എന്നിട്ട് ആ ധാന്യമണികളെ തന്റെ കൈ കൊണ്ടിടിച്ചു പൊടിച്ചു ആഹാരമുണ്ടാക്കിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും മക്കൾക്കും കൊടുത്തു. അവരെ കരച്ചിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ആ മക്കൾക്ക് മുത്തം കൊടുത്തിട്ട് മടങ്ങി വരികയാ. വഴിയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ബിലാലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു നടന്ന കാര്യം അങ്ങോട്ട് പറയുകയാണ്. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. അവിടെ നടന്ന രംഗം ഇതാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. ആ മുത്ത റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ചവരെ മുഴുവനും സ്നേഹിച്ച ആളാണ്. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാണ്. ആ ചെന്താമരപ്പൂ ചുണ്ടുകളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കവിളിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്റെ കരളാം ഫാത്തിമ പൂവിലും സൗഭാഗ്യമാ, പിന്നെയും നബി പിന്നെയും അത് ചൊല്ലി മുത്തിയ ഫാത്തിമ. എന്റെ കരളാം ഫാത്തിമ പൊന്നിലും സൗഭാഗ്യമാ, പിന്നെയും നബി പിന്നെയും അത് ചൊല്ലി മുത്തിയ ഫാത്തിമ. പാലത്തെ പുഞ്ചിരിയല്ലേ, ചേലത്തെ സുന്ദരിയല്ലേ, സ്വർഗത്തിൻ റാണിയല്ലേ. മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു സ്വർഗപാലം നൽകി മുത്തിയ ഫാത്തിമ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ സ്നേഹിച്ച ബിലാലിന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുകയാ. രണ്ട് കവിളത്തും മുത്തം കൊടുക്കുകയാണ്. ആഹാരത്തിന്റെ ബുദ്ധിമുട്ടറിയാത്തവരെ, ഭക്ഷണത്തിന്റെ പ്രയാസം അറിയാത്തവരെ, ആഹാരം മുമ്പിലെത്തുമ്പോ പടച്ചവനെ മറക്കല്ലേ, ദിക്റ് മറക്കല്ലേ, ബിസ്മി മറക്കല്ലേ. അല്ലാഹുവിനോട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ. അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ഇനിയും നമുക്ക് ഭക്ഷണം അല്ലാഹു തരുള്ളൂ, ഇനിയും നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് തരുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പറയണേ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഭക്ഷണം നിലത്ത് കളയാതെ കഴിക്കാൻ പറയണേ. ഇദാ വലഅത്ത് ലുഖ്മത്തു അഹദിക്കും ഫൽയഖുദ്ഹാ. നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്പമെങ്കിലും ആഹാരം നിലത്ത് വീണുപോയാൽ ആ നിലത്ത് വീണുപോയ ആഹാരത്തെ നിങ്ങൾ ആരെങ്കിലും എടുത്തു വൃത്തിയാക്കി നിങ്ങൾ കഴിച്ചാൽ അമിന മിനൽ ജുദാമി വൽ ബറസി, വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്ന്, പ്ലേഗ് രോഗത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. നിലത്ത് വീഴുന്ന ആഹാരത്തെ എടുത്ത് വൃത്തിയാക്കി കഴിച്ചാൽ, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ 4 പാത്രത്തിന്റെ 4 ഭാഗത്തും ആഹാരം വീണ് അത് എച്ചിലാക്കി അതിനെ ചവിട്ടി തേച്ച് കളയാതെ ആഹാരം നിലത്ത് വീഴാതെ കഴിക്കണം. കഴിക്കാൻ മക്കളെ പഠിപ്പിക്കണം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നിലത്ത് വീഴുന്ന ആഹാരത്തെ വൃത്തിയാക്കിയിട്ടെടുത്ത് കഴിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മോനെ അടുത്തിരുന്ന് കഴിക്കടാ, കൈ നിറച്ച് ആഹാരമാക്കല്ലടാ, വിരലുകൾ വൃത്തിയാക്കി കഴിക്കുമോനെ, വലപ്പേ കൈകൊണ്ട് കഴിക്കുമോനെ, നിർത്തി നിർത്തി കുടിക്കുമോനെ, ശ്വാസം വിട്ട് കഴിക്കുമോനെ, ആർത്തി കാണിക്കല്ല മോനെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞതാണ്. ജീവിതത്തിൽ അത് കൊണ്ടുവരണം പെങ്ങളെ. നീയാണ് 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 മോളെ. നിന്റെ മക്കളോടും ഭർത്താവിനോടും ആ ചര്യ ശീലിപ്പിക്കേണ്ടത് നീയാണ്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട് അതേ വാഷ് ബേസിലേക്ക് കൈ കഴുകാൻ വേണ്ടി ചെല്ലുമ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിനാ വശറാബിനാ. ഞങ്ങളുടെ ഭക്ഷണത്തിലും പാനത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞാൻ ചോദിച്ചു, ആരാണ് ഇത് എഴുതി വെച്ചത്? മദ്രസയിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. ആ മോള് പറഞ്ഞു, ഉസ്താദേ
ആഹാരം കഴിച്ചിട്ട് പറയാനുള്ള ദുആ ഞാൻ എഴുതി വെച്ചതാണ്. അടുക്കളയിൽ ഉമ്മ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും മറന്നുപോകാതെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മറക്കല്ലേ മോളെ, ഒരു ദുആയും നീ മറക്കല്ലേ. ആഹാരം നമുക്ക് അല്ലാഹു തരുന്ന വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്, വലിയ അഭിവൃദ്ധിയാണ്, വലിയ റാഹത്താണ്, വലിയ റഹ്മത്താണ്. അതൊരിക്കലും നന്ദി കെട്ടവരായിട്ട് തിരിച്ച് അല്ലാഹുവിനോട് നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറയല്ലേ. അതിൽ വലിയ നാശവും നഷ്ടവും നമുക്കുണ്ടാവും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിനാ വശറാബിനാ. അടുക്കളയിൽ പാചകം ചെയ്ത പെണ്ണ് തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാത്രത്തിലേക്ക് നീക്കുകയാണ്. ആ സമയത്ത് മോളെ, നീ നാവ് കൊണ്ട് പറയണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിനാ വശറാബിനാ. ആ കുടുംബത്തിന് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല, ആ കുടുംബത്തിന് അല്ലാഹു പട്ടിണി കൊടുക്കൂല, ആ കുടുംബത്തിന് അല്ലാഹു കഷ്ടപ്പാട് കൊടുക്കൂല. മാത്രമല്ല, സൂറത്തിൽ വാക്കിയ നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തിൽ വാക്കിയ ഇദാ വഖഅത്തിൽ വാക്കിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യണേ. ഒരിക്കലും നിങ്ങളുടെ കച്ചവടത്തെ അല്ലാഹു തകർക്കൂല. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന് അല്ലാഹു ബുദ്ധിമുട്ട് കൊടുക്കൂല. നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു ആഹാരത്തിന് പ്രയാസം കൊടുക്കൂല. നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തരൂല. സൂറത്തിൽ വാക്കിയ നിരന്തരം പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പട്ടിണിയും പ്രയാസവും അല്ലാഹു മാറ്റിത്തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജൂതനായ മനുഷ്യൻ വന്നു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഇച്ചിരി പാല് വേണം, വിശക്കുന്നുണ്ട് റസൂലെ. ആരംഭ റസൂലിനോടാ ചോദിച്ചത്. അള്ളാന്റെ റസൂൽ നോക്കുമ്പോ ആടുണ്ട്, 7 ആടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ആരംഭ റസൂല് ഒരു പാത്രം കൊണ്ടുവന്നിട്ട് ഈ ആടുകളെ മുഴുവനും തന്റെ കൈകൊണ്ട് തന്നെ കറന്ന് എന്ത് ചെയ്തു, ഈ ജൂതനായ മനുഷ്യന് കൊടുത്തു. പരമാവധി നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അവിടെ ആ വീട്ടിൽ നീ കൊണ്ട് കൊറ, ഈ വീട്ടിൽ നീ കൊണ്ട് കൊറ എന്ന് പറഞ്ഞാൽ നമ്മൾ കസേര ഇരിക്കരുത്. ഒരു വീട്ടിൽ ഞങ്ങളും പോകണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ സ്നേഹസാഗരം നടത്തുന്നു, അവിടെ രോഗികളെ നോക്കാൻ സ്റ്റാഫുകളുണ്ട്. അവർക്ക് മരുന്ന് വെച്ച് കൊടുക്കാനും അവരെ മലമൂത്രം എടുക്കാനും അവർക്ക് ചികിത്സിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ അവിടെ ആളെ ശമ്പളം കൊടുത്താക്കിയിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴും ഞാനും കൂടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, മുറിവൊക്കെ ഉണങ്ങി തുടങ്ങിയല്ലോ മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നൊക്കെ വെച്ച് ഇച്ചിരി ഭക്ഷണമൊക്കെ കോരി കൊടുത്ത് അപ്പൊ സന്തോഷമാവും അവർക്ക്, വലിയ സന്തോഷമാവും അവർക്ക്. അത് സ്റ്റാഫൊക്കെ സന്തോഷമാവും, രോഗിയൊക്കെ സന്തോഷമാവും, നമ്മുടെ മനസ്സിന് റാഹത്തുണ്ടാവും. നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെ രോഗികൾക്ക് ഹിദ്മത്ത് ചെയ്താൽ. ഇപ്പൊ ഈ കുറച്ചു കാലം മുമ്പ് പാലക്കാട് ജില്ലയിലെ കുറച്ച് ചെറുപ്പക്കാര് അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വാർഡിൽ ചെന്നിട്ട് വഴിയോരങ്ങളിൽ നിന്ന് കിട്ടിയ കുറേ രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്. വെള്ളമൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ കുടിക്കാൻ വേണ്ടി ആർത്തിയോടെ അവർ എഴുന്നേറ്റ് വരികയാണ്. എന്ത് സന്തോഷം തോന്നിയെന്നറിയാം വീഡിയോ കണ്ടപ്പോൾ. നല്ല ചെറുപ്പക്കാർ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണം, നേരിട്ട് നമ്മൾ കുറേ ചെയ്യണം. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയാമായിരുന്നു, ഇച്ചിരി പാല് കറന്നു കൊടുറാ ഈ മനുഷ്യന് എന്ന് പറയാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. ആരംഭ റസൂൽ എന്നെ പാത്രം കൊണ്ടുവന്നു, പുന്നാര ഹബീബ് തന്നെ ആ ആടിനെ കറന്നിട്ട് ഈ പ്രിയപ്പെട്ടവർക്ക് പാല് കൊടുത്തു. ആ മനുഷ്യനത് കുടിച്ചു. 7 ആടിന്റെ പാല് കറന്നു കൊടുത്തിട്ട് ആ മനുഷ്യൻ കുടിച്ചിട്ട് അയാൾ പറയുന്നു, ഇനിയും എനിക്ക് വേണം നബിയെ, പക്ഷേ ഇനി ആടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവാം. ഇനിയും എനിക്ക് വേണം നബിയെ, പക്ഷെ ആടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ മടങ്ങി വരികയാണ്. വീണ്ടും അയാൾക്ക് ദാരിദ്ര്യമാണ്, വീണ്ടും അയാൾക്ക് കഷ്ടപ്പാടാണ്. നബിയേ, ഇന്നും എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പാലെനിക്ക് തരുവോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ മുത്തു നബി പറയുകയാണ്, ഇന്ന് നിനക്ക് 7 ആടിൻ്റെതല്ല 70 ആടിന്റെ പാല് വേണമെങ്കിലും കറന്നു തരാൻ എനിക്ക് കഴിയും. ഒരുപാട് ആടെന്നുണ്ട്. അന്ന് വന്നപ്പോ 7 ആടേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് മതിയാകാതെയാണ് പോയത്. ഇന്ന് നീ വിഷമിക്കണ്ട, നിന്റെ വയറ് നിറച്ചു തരാനുള്ള ആട് ഇവിടെയുണ്ട്. 70 ആടിന്റെ പാല് കറന്നു തരും. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, ഞാൻ ഇന്ന് മുസ്ലിമാണ് നബിയേ, ഇസ്ലാം മതം സ്വീകരിച്ചവനാണ് റസൂല്. ആയിക്കോട്ടെ. അങ്ങനെ പാല് കറന്ന് ഒരു പാത്രത്തിൽ അങ്ങനെ കൊടുക്കാണ്. ആ മനുഷ്യൻ ആ പാല് കയ്യിൽ വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് പറഞ്ഞിട്ട് ആ പാലങ്ങോട്ട് കുടിക്കുകയാണ്. ഒരു പാത്രം പാല് കുടിച്ചു കഴിഞ്ഞിട്ട് നബി രണ്ടാമത് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, മദീ നബിയേ അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ പറയുന്നു, നബിയേ അന്ന് ഞാൻ വന്നപ്പോഴുണ്ടായിരുന്നതിന്റെ 10 ഇരട്ടി വിശപ്പ് എനിക്കുണ്ടായിരുന്നു റസൂലേ. പക്ഷേ എന്തെന്നറിയില്ല നബിയേ, ഈ ഒരു പാത്രം പാല് കുടിച്ചപ്പോ തന്നെ എനിക്ക് മതിയായി റസൂലേ, സന്തോഷമായി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വ്യത്യാസം എന്തെന്നറിയോ സ്വഹാബാ, ഇന്ന് നിങ്ങൾ പാല് കുടിച്ചപ്പോ പറഞ്ഞത് കാരുണ്യവാനായ പടച്ചവന്റെ പേരാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്ന് നിങ്ങൾ കുടിച്ചു തീർന്നിട്ട് പറഞ്ഞത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ്. അത് നിങ്ങൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് അത് മതി, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ തൃപ്തിക്ക് അത് മതി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു തരി ആഹാരം പോലും ബിസ്മി പറയാതെ അകത്തേക്ക് കൊണ്ടുവരല്ലേ. ഒരു ആഹാരം പോലും കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് പറയാതെ എഴുന്നേക്കല്ലേ. അല്ലാഹുവേ പടച്ചവനെ, ആ ദിക്റും ദുആയും പ്രാർത്ഥനയുമായി ഞങ്ങളുടെ ഭക്ഷണം സന്തോഷത്തോടെ ബറക്കത്തോടെ റഹ്മത്തോടെ റാഹത്തോടെ കഴിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ആളാണ്, ഹറാമായ ഒരു തരി ആഹാരം എന്റെ ഉള്ളിൽ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഭാരം എത്രയായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഈമാനിൽ ത്രാസിൽ വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ കൂടി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഇനി തീരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അല്ലാഹു തന്നാലും ബറക്കത്തോടെ അത് പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാനുള്ള 1-2 ചെറിയ വഴികളുണ്ട്. അല്ലാഹു ദാരിദ്ര്യം ഒന്നും തരാതിരിക്കട്ടെ, പ്രതിസന്ധികളൊന്നും അല്ലാഹു തരാതിരിക്കട്ടെ.